ഹായ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തി സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് 3 മീറ്റർ ഷിഫോൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 3 മീറ്റർ ലൈനിങ്ങും. ലൈനിങ് ക്ലോത്തിലാണ് ബോഡി പാർട്ട് ആദ്യം ചെയ്തെടുക്കുന്നത്. ഡബിൾ ഫോൾഡായിട്ട് മടക്കിയെടുത്തിട്ടുള്ള ക്ലോത്തിൽ നമുക്കിതിൽ ഫസ്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് 15 1 ഇഞ്ച് സീം അലവൻസുമാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഷോൾഡർ 7.5, അതുപോലെ ആം ഹോളും 7.5 ആണ് എടുത്തിട്ടുള്ളത്. ഇനി അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ചെസ്റ്റ് 10 ഇഞ്ച് 1.5 സീം അലവൻസ് കൊടുക്കുക. വേസ്റ്റ് 8.5 ഇഞ്ച് പ്ലസ് 1.5 സീം അലവൻസ്. എന്നിട്ടിങ്ങനെ വരച്ചു കൊടുക്കുക. ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കുക. ഫ്രണ്ട് ആം ഹോള് കുറച്ചൊന്ന് കുഴിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഇനി നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക. നെക്ക് വൈഡ് 3.5 ആണ്. ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ വരച്ചിട്ട് നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി താഴ്ഭാഗം ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ചെരിച്ച് വരച്ചെടുക്കുക. ഇത് കട്ട് ചെയ്തിട്ടെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം എടുക്കുക. എന്നിട്ട് തായ് ഭാഗത്തു നിന്നും മുകളിലേക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 5 ഇഞ്ചിൽ നിന്നും ഈ ടോപ്പിൻ്റെ സൈഡിലേക്ക് നമുക്കിതാ ഇതിൽ കാണുന്നത് പോലെ സ്കെയിലോ ടേപ്പോ വെച്ചിട്ട് വരച്ചെടുക്കുക. നമ്മളിങ്ങനെ വരച്ചെടുത്തത് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ നെക്കും കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ബോഡി പാർട്ട് ഇങ്ങനെയായിരിക്കും. ബാക്ക് പാർട്ട് സാധാ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് വെച്ചിട്ടാണ് നല്ല ഫാബ്രിക്കിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നെക്ക് നല്ല ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ. അടുത്തതായിട്ട് ഫ്രണ്ട് സ്കേർട്ട് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ടോപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ക്ലോത്തിൻ്റെ അതേ വീതി തന്നെയാണ് ഞാൻ ഈ പ്ലീറ്റിന് വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴോട്ടേക്ക് ടാപ്പ് വെച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. സ്കേർട്ട് പാർട്ടിൻ്റെ സീം അലവൻസോട് കൂടിയിട്ട് 33.5 ആണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ ഭാഗത്തൊരു 1.5 സൈഡിൽ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മുകളിലായിട്ട് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്ന ടോപ്പിൽ നിന്നും ഈ 5 ഇഞ്ച് ഈ സൈഡിലെത്തുമ്പോൾ ഈ 5 ഇഞ്ചിലേക്ക് ചരിച്ച്
വരച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ആ വരച്ച അതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കൂർത്തത് പോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ കിട്ടുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് സീം അലവൻസോട് കൂടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഫുൾ ലെങ്ത്ത് 47 ഇഞ്ചുള്ളൊരു കുർത്തിയാണ് ഇത്. അതിൽ ബോഡി പാർട്ട് 15 മൈനസ് ചെയ്തിട്ട് ബാക്കിയാണ് നമ്മൾ സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. 17 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ ബോഡി പാർട്ടിൻ്റെ ആം ഹോൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഷേപ്പ് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബോഡി പാർട്ട് നെക്ക് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ബോഡി പാർട്ട് വെച്ചിട്ട് ലൈനിങ് അതിൻ്റെ മുകളിൽ വെക്കുക. നല്ല വശവും ഉൾഭാഗത്തേക്കാണ് വേണ്ടത്. എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കുക. നെക്ക് തയ്ച്ചെടുത്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തായ് ഭാഗവും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സെൻറ്റർ ഭാഗവും നല്ല കറക്റ്റായിരിക്കണം. എന്നിട്ട് അവിടെ ഒരു പിൻ കുത്തി വെച്ചിട്ട് വേണം നമ്മൾ രണ്ട് സൈഡിലേക്കും പ്ലീറ്റ് ചെയ്തെടുക്കാൻ. ഇതിൽ കാണുന്ന അതേ ഷേപ്പ് തന്നെ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കുക. സെൻറ്റർ ഭാഗം എത്തുമ്പോൾ കുത്തി നിർത്തിയതിന് ശേഷം അടിച്ചെടുക്കുക. ചെറിയ പ്ലീറ്റുകളായിട്ട് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ട് സാധാ രീതിയിൽ സ്ട്രെയിറ്റ് ആയ ഭാഗത്തൂടെ പ്ലീറ്റ് ഇട്ട് എടുക്കുകയും ചെയ്യണം. ഇതാ നമ്മൾ പ്ലീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ നെക്കിനും ഈ യോക്ക് പാർട്ടിൻ്റെ തായ് ഭാഗത്തും നമുക്ക് ലേസ് വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് രണ്ട് സൈഡും അടിച്ചെടുക്കുക. അതുപോലെ നെക്കിനും ചെയ്തെടുക്കാം. ബാക്കി ലേസ് നമുക്ക് സ്ലീവിന് ചെയ്തെടുക്കാം. ലൈസൊക്കെ വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് സ്ലീവൊക്കെ വെച്ച് ഇതിൻ്റെ സൈഡ് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ തയ്യൽ അറിയുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണിത്. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടൊന്നും വാങ്ങിയെടുക്കേണ്ടതില്ല. തായ് ഭാഗം റൗണ്ട് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. Thank you for watching.